മറിച്ച് ആ രീതിയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്തിന് തുടങ്ങിയ കാലഘട്ടത്തെ ചരിത്രം മഹാനായ ചരിത്ര പണ്ഡിതൻ മഹാനായ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു അവരുടെ താരീഖിൽ വിവരിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. ചെറിയ കുട്ടിയാണ്, 10 വയസ്സിൽ താഴെ പ്രായമുള്ളൂ. അന്ന് ഖദീജ റളിയല്ലാഹു അൻഹ മുസ്ലിമത്താണ്. ഖദീജ ബീവിയാണ് ആദ്യത്തെ ഇസ്ലാമിലേക്കുള്ള ആദ്യത്തെ മെമ്പർഷിപ്പ് കിട്ടിയത് ഒരു വനിതക്കാണ്. ആർക്ക്? ഖദീജ റളിയല്ലാഹു തആല അൻഹ. പിന്നെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഫസ്റ്റ് മെമ്പർഷിപ്പ് നബിയുടെ സ്വന്തം ഭാര്യയാണ്. അത് ഏറ്റവും വലിയ ദഅവത്താണ്. അത് ഏറ്റവും വലിയ ദഅവത്താണ്. എങ്ങനെ ഈ ദീൻ പുതിയൊരു ആശയം സമർപ്പിക്കാൻ ഖദീജ ബീവിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജീവിക്കുന്ന സമൂഹം ബിംബാരാധന ചെയ്യുന്ന സമൂഹമല്ലേ? അവിടെ നിന്ന് ഇത് നമുക്ക് പറ്റില്ല, ഈ ദൈവങ്ങളും പൂജകളും ഏർപ്പാടും നമുക്ക് പറ്റില്ല, നമുക്ക് വമാമിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്, അല്ലാഹുവാണ് ഇലാഹ് എന്ന ആ ഒരു പുതിയ ആശയം നബി തങ്ങൾ കൊണ്ടുവരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വീകരിക്കാനുള്ള സന്നദ്ധത കാണിച്ചത് ആരാണ്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. സ്വന്തം സഹധർമ്മിണി, കൂടെ കഴിയുന്ന, ഒരുമിച്ചുറങ്ങുന്ന, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന, കൂടെ കഴിയുന്ന സ്വന്തം സഹധർമ്മിണി ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല. അങ്ങനെ ഒരു ഇംപ്രഷൻ സ്വന്തം ഭാര്യയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതാ നബി തങ്ങളുടെ വിജയം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിപ്പോ ഭാര്യയോട് ചെന്നിട്ട് ഏതെങ്കിലും പുതിയൊരു ആശയം എന്ന് പറഞ്ഞു കൊടുത്ത് നോക്കി, നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യയോട് പറ, പൊന്നാര പെണ്ണെ എന്ത് ചെയ്യാ, ഷാമാരിവിന്റെ അടിയിൽ കണ്ട ചെറുക്കന്മാർക്കുള്ള ഈ ഫേസ്ബുക്കിലെ ചാറ്റിങ്ങും ഇതൊക്കെ നിർത്തിയിട്ട് പൊന്നു പെണ്ണു നിസ്കരിക്കാൻ നിൽക്ക്, പിന്നെ മഗ്‌രിബ് കളാക്കല്ലേ. നിങ്ങളിപ്പോ എന്നാ മൂല്യരായത്? കല്യാണം കഴിയുമ്പോൾ എന്റെ വാപ്പാന്നും പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ എഞ്ചിനീയറാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ നമ്മുടെ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ എന്താണെന്നറിയോ? നമ്മളെപ്പറ്റി ഒരു മതിപ്പൊരുക്കുണ്ട്. ആ മതിപ്പ് അത്രയേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആദ്യം വിശ്വസിക്കുന്ന ഖദീജ ബീവിയാണ് റളിയല്ലാഹു തആല അൻഹ. ഞങ്ങളിത് പറഞ്ഞപ്പോഴേക്കും ലാ യുഖ്സികല്ലാഹു അബദാ ഇന്നക ലതസിലുർ റഹിം, അല്ലാഹു നിങ്ങളെ ഭയപ്പെടുത്തൂല എന്റെ ഭർത്താവേ, ഇന്നക ലതസിലുർ റഹിം, നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തുന്ന ആളാണ്. ആര് പറഞ്ഞു? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. കുടുംബബന്ധം ചേർത്താന്നൊക്കെ പറഞ്ഞെന്താ? കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്കുണ്ട് ഏർപ്പാട്. അപ്പൊ ഭർത്താവിന്റെ സ്വന്തം പെങ്ങളുണ്ടാവും, സ്വന്തം അനുജനുണ്ടാവും, ജ്യേഷ്ഠനുണ്ടാവും. അവരെന്തെങ്കിലും സഹായിക്കുമ്പോഴേക്കും പിന്നെ നിങ്ങൾ പെങ്ങളെ വല്ലാതെ നോക്കണ്ടോ, ഇത്രയൊക്കെ ഓവറാണ്. ഭാര്യമാര് കുടുംബം മുറിക്കാനാ നോക്കുക. ഓൾക്കുള്ള ഭാര്യ ഭർത്താവില്ലേ, ഓൾക്ക് പെങ്ങളെ അയച്ചു കൊടുത്തിട്ട് വേണോ, നമ്മളെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഇത് ചിന്തിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പെണ്ണുങ്ങളുടെ ഒരു വളഞ്ഞ ബുദ്ധി പോകുന്നുണ്ട്. ഇന്നക ലതസിലുർ റഹീം, ഖദീജ ബീവി പറഞ്ഞു കൊടുക്കുക, നബിയെ നിങ്ങൾ നിങ്ങളുടെ കുടുംബം നോക്കുന്ന ആളാണ്, ഇത് അല്ലാഹുവിന് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ കൈവിടിയൂല. ഇന്നക ലതസിലുർ റഹീം വതുഈനു അലാ നവാഇബിൽ ഹഖ്, നബിയെ നിങ്ങൾ ജനങ്ങൾക്ക് എന്ത് പ്രയാസം വന്നാലും ആ പ്രയാസത്തിന് ഇറങ്ങിപ്പോകുന്ന ആളല്ലേ, അവരെ സഹായിക്കാൻ പോകുന്ന ആളല്ലേ, നാട്ടുകാർക്ക് ഇറങ്ങുന്ന ആളല്ലേ നബിയെ നിങ്ങൾ, അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ കൈവടിയൂല. ഖദീജ റളിയല്ലാഹു അൻഹ പറയാം, നമ്മളെ പെണ്ണുങ്ങൾ എന്ത് പറയും? പൈസ ഒക്കെ തീർന്നില്ലേ, മതി എന്തേനി പോക്ക്, അവിടെ മീറ്റിംഗ്, ഇവിടെ മീറ്റിംഗ്, അവിടെ പൈസ, ഇവിടെ പൈസ, ഇപ്പൊ നമ്മളെ കുട്ടിയൊക്കൊന്നുമില്ല, നിങ്ങൾ നമ്മൾ അനുഭവിക്കാം. ഇത് നമ്മളെ പെണ്ണുങ്ങൾ പറയും. ഖദീജ പറഞ്ഞു കൊടുക്കണം, അതല്ല, നിങ്ങൾ നാട്ടുകാരെ സഹായിക്കുന്ന ആളല്ലേ നബിയെ, അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ കൈവിടിയൂല. വതസ്ദുഖുൽ കലാം, നിങ്ങൾ സത്യം പറയുന്ന ആളാണ് നബിയെ, അതുകൊണ്ട് ലാ യുഖ്സികല്ലാഹു അബദാ, അല്ലാഹു നിങ്ങളെ കൈവിടിയൂല. അത് ഉറപ്പാണ്. നിങ്ങൾക്ക് ഈ സംഭവിച്ചത് അപകടമല്ല. നബിക്ക് പനി ബാധിച്ച് വിറക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടപ്പോ, ജസ്സിറൂനി ജമ്മിലൂനി, പുതപ്പുതരി എനിക്ക് കിടക്കണം, എനിക്ക് പനി വരുന്നുണ്ട്, തണുപ്പ് വരുന്നുണ്ട്. പേടിച്ചിരിക്കുമ്പോഴാ ഖദീജ ബീവി പറയുന്നത്, പേടിക്കണ്ട, നിങ്ങൾ അല്ലാഹു കൈവിടിയൂലല്ലോ, നിങ്ങൾക്ക് ഈ നന്മകളൊക്കെ ഉള്ള ആളല്ലേ. ആദ്യമായി ഹബീബിൽ വിശ്വസിക്കുകയാണ് സ്വന്തം ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ. വീട്ടിൽ നിന്ന് തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് വീട്ടുകാരുടെ ഇടയിൽ വല്ല മതിപ്പൊന്നുമില്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല, നാട്ടുകാരുടെ മതിപ്പുണ്ടായിട്ട് ഒരു കാര്യമില്ല. സ്വന്തം വീട്ടുകാരിൽ സ്വന്തം ഭാര്യ, സ്വന്തം മക്കള്, ഉമ്മവാപ്പമാർ, നമ്മുടെ ആങ്ങള പെങ്ങളന്മാർ, ജ്യേഷ്ഠാനുജന്മാർ, അവർക്ക് നമ്മളെ ഒരു ഇംപ്രഷൻ തോന്നുന്നുണ്ടോ, അതാണ് നമ്മുടെ നല്ല സ്വഭാവം. ബാക്കിയൊക്കെ നമ്മൾ കാട്ടിക്കൂട്ടുകയാണ്. ജനങ്ങളുടെ മുമ്പിൽ മേക്കപ്പെട്ട് നടക്കുകയാണ്. ജനങ്ങളുടെ മുമ്പിൽ ആളാവാൻ വലിയ പണിയൊന്നുമില്ല. പക്ഷേ സ്വന്തക്കാരുടെ അടുത്ത് നന്നാവാൻ വലിയ പണിയാണ്. അത് നന്നായാൽ അത് വലിയൊരു ദഅവത്താണ്.
അവിടം കൊണ്ട് തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഖദീജ ബീവി നബി തങ്ങളും ഒരുമിച്ച് ഇങ്ങനെ നിസ്കരിക്കുകയാണ്. ആദ്യം നിസ്കാരം ഫർളാക്കപ്പെടുന്നത് മദീനയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പാണ്. മദീനയിൽ ചെന്നതിന്റെ ശേഷം അതിന്റെ കൃത്യമായ വിവരണങ്ങൾ നബിതങ്ങൾ കൊടുക്കുന്നു. സഹാബത്ത് നബിതങ്ങൾക്ക് അപ്പോഴും മക്കയിൽ നബിതങ്ങൾക്ക് നിസ്കാരമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങൾക്ക് നിസ്കാരം ഫറളായിട്ടില്ല. സഹാബത്ത് ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് നിസ്കാരങ്ങളൊക്കെ ഉണ്ട്. എന്നല്ലാതെ ഫറളായ നിസ്കാരങ്ങൾ വരുന്നത് അത് കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് മദീനയിൽ ചെന്ന ഉടനെയാണ്. കാരണം മിഅ്റാജ് നടക്കുന്നത് മദീനയുടെ ഹിജ്റയ്ക്ക് തൊട്ട് മുമ്പാണ്. മക്കയിൽ തുടങ്ങി, പക്ഷെ അത് മദീനയിൽ എത്തുമ്പോഴാണ് അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് നടക്കുന്നത്. ഏതായിരുന്നാലും അലി റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ചില രൂപങ്ങൾ കാണാൻ. കാരണം അവര് ബിംബത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുന്ന രംഗേ കണ്ടിട്ടുള്ളൂ. ഇത് തക്ബീറും നിസ്കാരവും ഖുർആനും റുകൂഉം സുജൂദും തശഹുദിന്റെ ഇരുത്തമൊക്കെ കണ്ടപ്പോ യാ മുഹമ്മദു മാ ഹാദാ യാ മുഹമ്മദു, എന്റെ മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണിത് എന്ന് അലി റളിയല്ലാഹു അൻഹു നബി ഞങ്ങളോട് ചോദിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ പറഞ്ഞു ദീനുല്ലാഹി അല്ലദി ഇസ്തഫാഹു ലിനഫ്സിഹി, അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ട ഒരു ദീനാണിത്. വബഅസ ബിഹി റസുലഹ്, ഇത് പഠിപ്പിക്കാൻ അല്ലാഹു പ്രവാചകന്മാരെ അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഫഅദ്ഉക ഇലല്ലാഹി വഹദ, അതുകൊണ്ട് മോനെ നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. വഇലാ ഇബാദതി, അല്ലാഹുവിലേക്കും അവന്റെ ഇബാദത്തിലേക്കും നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വതക്ഫുറ ബില്ലാത്തി വൽ ഉസ്സ, ഈ ലാത്ത ഉസ്സ മനാത്ത് വദ്ദ സുവാഅ യഊസ് വയഊഖ് നസർ, ഈ ദൈവങ്ങൾ ഇതൊന്നും നമുക്ക് വേണ്ട, കൈവടിയണം മോനെ. 10 വയസ്സിൽ താഴെയുള്ള കുട്ടിയെ നബിതങ്ങൾ ദഅവത്ത് ചെയ്യാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഇത് ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു സംഗതിയാണ്. എന്റെ വാപ്പ അബൂ ത്വാലിബ് കേട്ടാ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വാപ്പയോട് അബൂ ത്വാലിബിനോട് ചെന്ന് പറയട്ടെ. അലി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയാണ് അബൂ ത്വാലിബ് എന്നവർ, അവർ മുസ്ലിമായില്ല. അപ്പോ ഈ സംഭവം നടക്കുമ്പോ അലി തങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ വാപ്പയോട് ചോദിക്കട്ടെ, അബൂ ത്വാലിബ് എന്നവരോട് ചോദിക്കട്ടെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞിട്ട്, യാ അലി ഇല്ലം തുസ്ലിം ഫക്തും, അലിയെ നിങ്ങൾ മുസ്ലിമാവുന്നില്ലെങ്കിൽ, നിങ്ങൾ മുസ്ലിമാവാൻ താല്പര്യമില്ലെങ്കിൽ ഫക്തും, ഇത് മറച്ചു വെക്കണം. ഞാനും ഖദീജ ബീവിയും ചെയ്യുന്ന ഈ കാര്യം ഇപ്പൊ ഔട്ട് ചെയ്യരുത്. ചില വിഷയങ്ങൾ മറച്ചു വെക്കേണ്ട സമയം അത്രയും മറച്ചു വെക്കേണ്ടി വരും. അതുകൊണ്ട് നീ ഇത് ഫ്ലാഷാക്കരുത്. ആളുകളുടെ ഇടയിൽ ഇപ്പൊ എത്തിക്കേണ്ട സമയമായിട്ടില്ല. സ്വകാര്യമായ ദഅവത്താണ് ആദ്യത്തെ 3 വർഷം നടന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വകാര്യമായിട്ട് സ്വന്തം അടുത്ത ആളുകളോട് മാത്രം, പരസ്യമായിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് അലിയെ നിങ്ങൾ മുസ്ലിമാവുന്നില്ലെങ്കിൽ എനിക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല, നിങ്ങളിത് മറച്ചു വെക്കണം കേട്ടോ. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ അന്ന് രാത്രി പോയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഒരു 10 വയസ്സുള്ള കുട്ടിയെ അവരാലോചിക്കുന്ന ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ ആയിരിക്കും നമ്മളെ കുട്ടികൾ, അല്ല ഗെയിമിനെ കുറിച്ച്. അലി റളിയല്ലാഹു അൻഹു തൗഹീദിനെ കുറിച്ച് ആലോചിക്കുകയാണ്. 10 വയസ്സിൽ താഴെയാണ് പ്രായം. രാത്രിക്ക് രാത്രി എന്നെ തോന്നി, എനിക്കതിൽ വിശ്വസിക്കണമല്ലോ, എനിക്കതിൽ വിശ്വസിക്കണം. സ്വന്തം എളാപ്പയുടെ മകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ത്വാലിബ് എന്നവരുടെ സഹോദരൻ അബ്ദുള്ള എന്നവർ, അവരുടെ മോന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എളാപ്പയുടെ മകനായി പറയുന്നത് തന്നെക്കാളും പ്രായത്തിൽ മുതിർന്നവരാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ അക്ഷണം അലി റളിയല്ലാഹു അൻഹു സ്വീകരിക്കാൻ രാവിലെ വന്നിട്ട് ചോദിച്ചു, മാ അറൽത അലയ്യ യാ മുഹമ്മദു, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്താണ് എന്നോട് ഇന്നലെ പറഞ്ഞത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? രാവിലെ വന്ന് ചോദിക്കാൻ നബി തങ്ങൾ പറഞ്ഞു, തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു ഒരുവനാണ്, അവന്റെ കൂടെ ഒരാളും പങ്കുകാരില്ലെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. വതക്ഫുറ ബില്ലാത്തി വൽ ഉസ്സ, ലാത്ത ഉസ്സ പോലെയുള്ള ബിംബങ്ങൾ അത് നിങ്ങൾ അവിശ്വസിക്കണം. വതബ്റഅ മിനൽ അൻദാദ്, ബിംബാരാധന നിങ്ങൾക്ക് പാടില്ല. ഇത്രയേ ഉള്ളൂ. എന്നാൽ ഞാൻ മുസ്ലിം ആവുകയാണ്, ഞാനത് സ്വീകരിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ചെറിയ കുട്ടിയായ അലി റളിയല്ലാഹു തആല, കുട്ടികളിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ച മഹാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല. അങ്ങനെ നബി തങ്ങൾക്കും അലി എന്നവർക്ക് നിസ്കരിക്കണം. നബി തങ്ങൾ മുസ്ലിമായപ്പോൾ ചെറുപ്പക്കാരനാണ്, കുട്ടിയാണ്, അതിന്റെ കസിനാണ്. അപ്പൊ നബി തങ്ങൾ നിസ്കരിക്കുമ്പോൾ വീട്ടിൽ നിസ്കരിക്കാൻ വയ്യ. നിബിധങ്ങൾ മക്കയിലെ മലഞ്ചെരുവുകൾ തേടി പോകും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി തങ്ങളെയും കൂടി പോകും. അലിയെ നമുക്ക് നിസ്കരിക്കണം, പോവല്ലേ? പോവാ. അങ്ങനെ കൈപിടിച്ച് കൊണ്ടുപോകുന്നു നിബിധങ്ങളും. അലി റളിയല്ലാഹു അൻഹു നടന്ന് വിജനമായ സ്ഥലത്ത് കുറച്ച് മരങ്ങളുടെ മറവോ തണലോ കിട്ടിയാൽ അവിടെ നിസ്കരിക്കാനുള്ള പായ വിരിച്ച് രണ്ടുപേരും പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ്, അന്നത്തെ ഖിബ്ല അതാണ്, അവർ നിസ്കരിക്കുന്നു റസൂലുള്ളാഹി തങ്ങളുമായി. നിസ്കാരം കഴിഞ്ഞ് വൈകുന്നേരം രണ്ടുപേരും ചിരിച്ച് സന്തോഷത്തോടുകൂടെ തിരിച്ചു വരും. രാവിലെ പോവാണ്.
രാവിലെ പോവുക. അതൊക്കെ ഭയങ്കര സംഭവമല്ലേ? അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഖിലാഫത്തൊക്കെ വരുന്നതിന്റെ കാരണം നമുക്കിങ്ങനെ മനസ്സിലാക്കാം. ചെറിയ ആ പ്രായത്തിൽ നബിയോടൊപ്പം ദീൻ പിടിച്ച മഹാനാണ് അലി റളിയല്ലാഹു തആല. നബി തങ്ങൾ അവരെ കൈപിടിച്ചിട്ടാ പോകുന്നത്. അങ്ങനെ 10 വയസ്സായുള്ള കുട്ടിയെ നമ്മളൊന്ന് കൊണ്ടുപോകുന്നത്, മോനെ വാ നമുക്കൊരു സിയാറത്ത് ടൂർ പോവാ, അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ പള്ളികളൊക്കെ ഒന്ന് പോയി സന്ദർശിക്കാം എന്ന് പറഞ്ഞു പോയാൽ പൊന്നാരമ്മാവ ഇപ്പൊ വേണോ? 10 വയസ്സുള്ള കുട്ടികൾ ഇപ്പൊ അങ്ങനെ പറയാം അല്ലേ? അവിടെ എന്ത് ഫണ്ടുണ്ടാവും? അവിടെ ബാസ്കിൻ റോബിൻസ് കിട്ടുമോ? അവിടെ അവർക്കറിയാം എന്റെ തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ള സംഗതികളാണ്. നമ്മുടെ മക്കൾ അതിൽ കിട്ടുമോ? അതിനൊന്നാണ് പോവാൻ. എയർ കണ്ടീഷൻ ഉണ്ടോ? മരുഭൂമിയിലേക്കായി പോകുന്നത്. അങ്ങനെ നിരന്തരം നബി തങ്ങൾ അലി തങ്ങളെ കൊണ്ടുപോകും. രണ്ടുപേരും രാവിലെ പോയി വൈകുന്നേരം വരെ ഇഷ്ടമുള്ളത്ര നിസ്കരിക്കും. എന്നിട്ട് സന്തോഷത്തോടെ തിരിച്ചു വരും. അങ്ങനെയാണ് ആദ്യത്തെ ദഅവത്ത് നടക്കുന്നത്. അതിന്റെ ഇടക്ക് ഒരിക്കൽ നിസ്കരിക്കുന്ന സമയത്ത് എവിടെയോ ബാപ്പയായ അബൂ ത്വാലിബ് ഇത് കണ്ടു. അലിയോട് ചോദിച്ചു, അലിയെ, മുഹമ്മദ് നബി രണ്ടുപേരോടുണ്ട്, തങ്ങളുണ്ട്, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? ഇതെന്താണത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പൊ പറഞ്ഞു അബൂ ത്വാലിബ് എന്നവരെ, ഐ അമ്മി ഹാദാ ദീനുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ദീനാണ്. വദീനു മലായികതിഹി, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദീൻ ഇതാണ്. വദീനു റസൂലിഹി, അല്ലാഹുവിന്റെ മുർസലീങ്ങളുടെ ദീനാണിത്. വദീനു അബീന ഇബ്രാഹിം, നമ്മുടെ വാപ്പ ഇബ്രാഹിം നബിയില്ലേ, ഇബ്രാഹിം നബി ചെയ്തതും ഇത് തന്നെയാണ്. ബഅസനില്ലാഹു റസൂലൻ ഇലൽ ഇബാദ്, മനുഷ്യർക്ക് മുഴുവനും റസൂലായിട്ട് അല്ലാഹു എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. വഅൻത യാ അം, എന്റെ മുത്താപ്പ, നിങ്ങൾ അഹഖു മൻ ബദൽതു ലഹു നസീഹ, ഏറ്റവും നല്ല ഉപദേശം ഞാൻ തരേണ്ടത് നിങ്ങൾക്കാണ് മുത്താപ്പ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, നിങ്ങളെ ഞാൻ സത്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ നിങ്ങൾക്ക് ഇതിന് മറുപടി തരാൻ കഴിയുമെങ്കിൽ നിങ്ങളാണതിന് ഏറ്റവും അർഹർ. ഈ വിഷയത്തിൽ എന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളാണത് ഏറ്റവും ചെയ്യാൻ അർഹതപ്പെട്ട ആൾ. അതുകൊണ്ട് മുത്താപ്പ, നിങ്ങളും വരുന്നോ ഈ ദീനിലേക്ക് എന്ന് മുത്താപ്പയെ ക്ഷണിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ ദഅവത്താണ് നടക്കുന്നത്. നമുക്കും അങ്ങനത്തെ എളാപ്പാരെ മുത്താപ്പാരൊക്കെ ഉണ്ടാവും. പച്ച ഹറാമായി ബിസിനസ് നടക്കുന്ന മുത്താപ്പാരെ എളാപ്പാരൊക്കെ ഉണ്ടാവും. നമ്മള് ഒരുപാട് ആളുകൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എളാപ്പയോടോ മുത്താപ്പയോടോ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? പൈസ എങ്ങനെ ഉണ്ടാക്കിയാൽ മതിയോ? ഇത് ഹലാലാവണ്ടേ, അള്ളാഹുവിന് പൊരുത്താവണ്ടേ, മരിച്ചു പോകണ്ടേ? നമ്മൾ ഇതിനൊക്കെ കണക്ക് പറയണ്ടേ? ഇതൊക്കെ നമ്മുടെ സ്വന്തം എളാപ്പയോട് മുത്താപ്പയോട് വളരെ സൗമ്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് എങ്ങനെ ദഅവത്ത് ചെയ്യണം എന്നതിന്റെ ചില ടെക്നിക്കുകൾ ഈ ആയത്തിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് നമുക്ക് പഠിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.